കാണുന്ന സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 സ്റ്റിക്സ് ഒരേ സൈസിലുള്ളത് എടുക്കുക. ഐസ്ക്രീം സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ. ദെൻ അതിനെ ഈ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ഗൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ വേറൊരു 4 സ്റ്റിക്ക് എടുക്കുക. അതിന് ഒരു ആർച്ച് പോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിൽ. ഞാൻ പറഞ്ഞു ഐസ്ക്രീം സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓൾറെഡി അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ദെൻ വീഡിയോയിലുള്ള പോലെ ഈ 4 എണ്ണത്തിനെയും ഒന്ന് അറേഞ്ച് ചെയ്യുക. നോട്ട് ഓൺലി ഇത് അറേഞ്ച് ബട്ട് ഓൾസോ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കും കൂടി വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസ്. ഇതിൻ്റെ ഒരു മിനി വേർഷനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ രണ്ടും ഈ ബേസിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസ്. ഇതിങ്ങനെ കാണാനൊരു ലുക്ക് കുറവായതുകൊണ്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. ഒരു പിങ്ക് വൈറ്റ് തീമിൽ ചെയ്യാനാണ് വിചാരിച്ചത്. 2 കോട്ട് വൈറ്റ് അടിച്ചു കൊടുത്തു. ദെൻ വേസിന് മാത്രം പിങ്ക് കളർ കൊടുത്തു. ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, കാണാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായതേ ഇല്ല. പണ്ടത്തെ ലുക്കായിരുന്നു ഇതിലും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. എനിവേസ് പെയിൻറ്റിങ് പാടെങ്കിലും ഐഡിയ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട.